ഹലോ, ഇന്ന് നമ്മൾ പച്ചമുളകിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ തൈകൾ ഞാൻ വാങ്ങിച്ച് വെച്ച് നട്ടതാണ്. 2 ഇല പ്രായമുള്ള തൈകളായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ. അത് നടുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ സാധാരണ നടുന്ന പോലെ തന്നെ കുമ്മായം 10-15 ദിവസം കുമ്മായം ഇട്ട് മണ്ണ് വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളതിനകത്ത് വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, കമ്പോസ്റ്റ് വളങ്ങളെല്ലാം നമ്മൾ ചേർത്ത് അത് വെച്ച് കൊടുത്തതാണ്. ചെറിയ ചെടിയിൽ നിറയെ കായ്കൾ വന്നിട്ടുണ്ട്. 2 ദിവസം ഞാനിവിടെ വീട്ടിലില്ലായിരുന്നു. അതിൻ്റെ ഒരു ക്ഷീണമാണ് ആ ചെടിക്ക് കാണുന്നത്. സാരമില്ല, നമുക്കത് കുറച്ച് ദിവസം കൊണ്ട് മാറ്റിയെടുക്കാം. ഇത് കണ്ടില്ലേ, വളരെ ചെറിയ ചെടിയിൽ നിറയെ കായ്കൾ വന്ന് നിൽക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വളമായിട്ട് കൊടുക്കുന്നത് കിച്ചൺ കമ്പോസ്റ്റാണ്. നമ്മൾ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റാക്കിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ കമ്പോസ്റ്റാണ് നമ്മൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് വളമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് കണക്ക് കറുത്ത് പൊടിഞ്ഞ് കിട്ടും. നമുക്ക് ആ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റാക്കി നമുക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കൂ കേട്ടോ. പിന്നെ നമ്മൾ അടിവളമായിട്ട് കൊടുത്തതാണ് വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയൊക്കെ. അത് കഴിഞ്ഞ് കൊടുത്തതെല്ലാം ഞാൻ ഈ ഒരു വളം തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ചെറിയ ചെടിയിൽ ഇത് കണക്ക് പൂക്കൾ വരുവാണെങ്കിൽ അത് നിർത്തരുത്. ചെടികൾക്ക് ദോഷമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തോ എനിക്കത് കളയാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പൂക്കൾ അതിൽ തന്നെ നിർത്തി. അത് കായായി ഇപ്പോൾ എന്ത് ഭംഗിയിലാണ് നിൽക്കുന്നതെന്ന് നോക്ക്. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരു ട്രേ ആണ്. ട്രേക്കകത്താണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. ഒരു 3-4 പച്ചമുളക് തൈകളേ ഉള്ളൂ. പക്ഷേ നമുക്ക് വീട്ടിനാവശ്യത്തിനുള്ളത് കിട്ടും. ഇത് കുറച്ചും കൂടെ വലുതാകുമ്പോൾ നമുക്ക് നിറയെ കിട്ടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.